PSC പ്രിപ്പയറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ഭാഗമാണ് നോക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് സാമ്പത്തിക ഇടനിലക്കാർ എന്ന് പറയാം. സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നതിന് വിവിധ കക്ഷികൾക്കിടയിൽ മധ്യസ്ഥൻ ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമോ വ്യക്തിയോ ആണ് സാമ്പത്തിക ഇടനിലക്കാർ എന്ന് പറയുന്നത്. ദേ ആർ മെയിൻലി ചാനലൈസിങ് ഓഫ് ഫണ്ട്സ്. സർപ്ലസ് ഉള്ളവരിൽ നിന്നും, മെയിൻലി ഹൗസ് ഹോൾഡ്സിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിച്ചിട്ട് ആവശ്യമുള്ളവർക്ക്, അതായത് ഡെഫിസിറ്റ് ഉള്ളവർക്ക് നൽകുക. അതിനെയാണല്ലോ ചാനലൈസിങ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പണം നിക്ഷേപമായി സ്വീകരിക്കുമ്പോൾ ഒരു പലിശ നൽകുന്നുണ്ട്. അതുപോലെ ലോൺ കൊടുക്കുമ്പോഴും ഒരു പലിശ ഈടാക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് നൽകുന്ന പലിശയേക്കാൾ അധികമായിരിക്കും ലോൺ കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ. സോ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ആ തുക ബാങ്കിനാണ് ലഭിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാങ്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ 7% ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് 11%. സോ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 4%. ആ 4% ലഭിക്കുന്നത് ആർക്കാണ്? ബാങ്കിനാണ് ലഭിക്കുന്നത്. ഈ ഡിഫറൻസിനെ പ്രോഫിറ്റ് എന്നല്ല പറയുക, അതിന് പറയുന്ന പേരാണ് സ്പ്രെഡ്. SPREAD, സ്പ്രെഡ് എന്നാണ് പറയുന്നത്. ഒരു ധനകാര്യ സ്ഥാപനം നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കും വായ്പയിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. സാമ്പത്തിക ഇടനിലക്കാർ, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബാങ്ക്സ് എന്നും ബാങ്കുകൾ എന്നും ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വാട്ട് ആർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് NBFC ലീഗലി ബാങ്ക് അല്ലാത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു ഫുൾ ബാങ്കിങ് ലൈസൻസ് NBFCക്ക് ഉണ്ടാകില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബജാജ് ഫിൻസർവ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി, മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്. ഇവയൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് ഉദാഹരണങ്ങളാണ്. ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തെ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും എന്ന രീതിയിൽ തിരിച്ചു പഠിക്കാം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സംവിധാനം ആരംഭിക്കുന്നത് 1770 കൽക്കട്ടയിലാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. സോ ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. 1832 ഈ ബാങ്കിൻ്റെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൽക്കട്ടയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 1791 അതിൻ്റെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. ഫസ്റ്റ് ഇന്ത്യൻ ഓൺഡ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് അലഹബാദ് ആണ്. 1865 ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ഒരു ബാങ്കാണ് ബാങ്ക് ഓഫ് അലഹബാദ്. പക്ഷേ ഇന്ത്യൻ ബാങ്ക് എന്ന പേരിലാണെന്ന് മാത്രം. കാരണം 2019 ബാങ്ക് ഓഫ് അലഹബാദ് ഇന്ത്യൻ ബാങ്കായിട്ട് മെർജ് ചെയ്തു. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ തുടങ്ങിയ ആദ്യ ബാങ്കാണ് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമ്മൾ അലഹബാദ് ബാങ്കിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഇന്ത്യൻ ഓൺഡ് ബാങ്കാണ് അലഹബാദ് ബാങ്ക് എന്ന്. പക്ഷേ പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ അല്ല ആ ബാങ്ക് തുടങ്ങിയത്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ തുടങ്ങിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 1895 ലാഹോറിലാണ് PNB സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ലാഹോർ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ. ഇപ്പോൾ PNBയുടെ ആസ്ഥാനം ഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ലാലാ ലജ്പത് റായ്. നമുക്കിനി 3 ബാങ്കുകളെ ഒരുമിച്ച് പഠിക്കാം. ബാങ്ക് ഓഫ് കൽക്കട്ട 1806, ബാങ്ക് ഓഫ് ബോംബെ 1840, ബാങ്ക് ഓഫ് മദ്രാസ് 1843.
പ്രസിഡൻസി ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ബാങ്കുകളാണ് ഇവ മൂന്നും. 1921 ഈ 3 ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്യുകയും ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവുകയും ചെയ്തു. 1906 1911 ഇടയിൽ സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം ബാങ്കുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മൈസൂർ, ബാങ്ക് ഓഫ് ബറോഡ, കാത്തലിക് സിറിയൻ ബാങ്ക്, ദ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് മുതലായവ. ഇവയിൽ പലതും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം നോക്കാം. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുന്നു. പിന്നീട് 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകുന്നു. 1969 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം. 1969 ജൂലൈ 19 അർദ്ധരാത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 50 കോടിയിൽ അധികം നിക്ഷേപമുള്ള 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 രണ്ടാം ഘട്ട ദേശസാൽക്കരണം. 1980 ഏപ്രിൽ 15 200 കോടിയിൽ അധികം നിക്ഷേപമുള്ള 6 ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തോടുകൂടി ഇന്ത്യയിലെ ബാങ്കിംഗ് ബിസിനസ്സിൻ്റെ ഏകദേശം 91% ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. ഇന്ത്യയിലെ ബാങ്കിംഗ് ബിസിനസ്സിൻ്റെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് 1991 ലിബറലൈസേഷൻ പീരീഡാണ്. 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇക്കണോമിക് ക്രൈസിസിൻ്റെ കാലഘട്ടമാണ്. 1991 നവസാമ്പത്തിക പരിഷ്കാരം വരുന്നു. നവസാമ്പത്തിക പരിഷ്കാരത്തെക്കുറിച്ചുള്ള വിശദമായ 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക, ഉപകാരപ്പെടും. 1991 നവസാമ്പത്തിക പരിഷ്കാരം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടറിനെ ആധുനികവൽക്കരിക്കാനായി 14 ഓഗസ്റ്റ് 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. നരസിംഹൻ കമ്മിറ്റി 1 എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം. നരസിംഹം കമ്മിറ്റി 2 ഏതാണ്? അത് കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടറാണ്. അത് 1997 വരുന്നത്. നരസിംഹം കമ്മിറ്റി ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണെന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് നരസിംഹം കമ്മിറ്റി 1 വരാം. ഇന്ത്യയുടെ മുഴുവൻ ഫിനാൻഷ്യൽ സെക്ടറിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നരസിംഹൻ കമ്മിറ്റി 1 റിപ്പോർട്ട്. അതിൽ ബാങ്കിങ് സെക്ടർ കൂടി ഉൾപ്പെടുന്നു. ബാങ്കിങ് സെക്ടറിൻ്റെ റെക്കമെൻഡേഷൻ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: ബാങ്ക് കൺസോളിഡേഷൻ, ബാങ്കുകളുടെ ഏകീകരണം; എൻട്രി ഓഫ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പുതിയ സ്വകാര്യ ബാങ്കുകളുടെ എൻട്രി; റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് ഓണർഷിപ്പ്. ഇവ 3 നമുക്ക് ചുരുക്കി ഒന്ന് നോക്കാം. ഫസ്റ്റ്, ബാങ്ക് കൺസോളിഡേഷൻ, ബാങ്കുകളുടെ ഏകീകരണം. ഇന്ത്യയിൽ ധാരാളം ചെറിയ ബാങ്കുകൾ നിലനിന്നിരുന്നു. സമാന ബിസിനസ് മോഡലും സ്ട്രാറ്റജീസുമുള്ള ബാങ്കുകളെ ലയിപ്പിച്ച് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് വലിയ ബാങ്കുകൾ രൂപീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു. അതിനെ തുടർന്ന് 1993 ആദ്യ ബാങ്ക് മെർജിങ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കായി മെർജ് ചെയ്യുന്നു. അവസാനത്തെ മെർജിങ് വന്നത് 2019 OBC, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കായിട്ട് മെർജ് ചെയ്തു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കായിട്ട് മെർജ് ചെയ്തു. സിൻഡിക്കേറ്റ് ബാങ്കും കാനറ ബാങ്കായിട്ട് മെർജ് ചെയ്തു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കായിട്ട് മെർജ് ചെയ്തു. ഈ കൺസോളിഡേഷനോട് കൂടി പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ എണ്ണം 12 എണ്ണമായി കുറഞ്ഞു. ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനെ തുടർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇവയ്ക്കാണ് 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ്.
അടുത്തത് എൻട്രി ഓഫ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ദേശസാൽകൃത ബാങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതിലൊന്നാണ് ലാക്ക് ഓഫ് പ്രോഫിറ്റബിലിറ്റി. നാഷണലൈസ്ഡ് ബാങ്ക് ലാഭകരമായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നം ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമത ഇല്ലായ്മ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ, ബാങ്കിങ് മേഖലയിലെ മത്സരമില്ലായ്മ. മത്സരം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ സ്വകാര്യ മേഖലാ ബാങ്കുകളെ വിപണിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് സമിതി ശുപാർശ ചെയ്തു. ഈ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് 1993 ബാങ്കിങ് മേഖലയിൽ വന്നു. ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ആക്സിസ് ബാങ്ക്, UTI എന്നാണ് പഴയ പേര്. ശേഷം HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, യെസ് ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ നിലയിൽ വന്നു. കമ്മിറ്റിയുടെ അടുത്ത റെക്കമെൻഡേഷനാണ് റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് ഓണർഷിപ്പ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പൊതുമേഖലാ ബാങ്കുകളിൽ സർക്കാർ ഉടമസ്ഥത കുറയ്ക്കുക. വളരെ പെട്ടെന്ന് തന്നെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നടപ്പിൽ വരുത്തിയതായി കാണാം. 1993 SBI അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. ഈ അമെൻമെൻറ്റിലൂടെ SBIയെ മൂലധന വിപണിയിൽ പ്രവേശിക്കാനും 33% വരെ ഓഹരികൾ വിറ്റഴിക്കാനും അനുവദിച്ചു. ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പക്കൽ SBIയുടെ 57% ഷെയർ മാത്രമാണ് ഉള്ളത്. തൊട്ടടുത്ത വർഷം തന്നെ 1994 ബാങ്കിങ് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് വന്നു. ഈ ഭേദഗതിയിലൂടെ ദേശസാൽകൃത ബാങ്കുകളെ മൂലധന വിപണിയിൽ പ്രവേശിക്കാനും അതിൻ്റെ 33% ഷെയർ വരെ വിറ്റഴിക്കാനും അനുവദിച്ചു. 1999 ഗവൺമെൻറ്റിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അനൗൺസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാഷണലൈസേഷന് നേരെ റിവേഴ്സ് എഫക്റ്റാണ് ലിബറലൈസേഷൻ മൂലം ബാങ്കിങ് സെക്ടറിൽ വന്നത്. ഭാരതീയ റിസർവ് ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൽക്കട്ടയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് 1926, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് വർഷം 1926. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ റിക്കമെൻഡ് ചെയ്തവരിൽ പ്രമുഖനായ ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു, ഡോക്ടർ BR അംബേദ്കർ. ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്ത വൈസ്രോയ് ആരാന്നറിയാമോ? ലോർഡ് റീഡിംഗ്. ലോർഡ് റീഡിംഗ് ആരാണ്? ദേവദാസി സിസ്റ്റം അബോളിഷ് ചെയ്ത വൈസ്രോയ്. ജനറൽ ബജറ്റിൽ നിന്നും റെയിൽവേ ബജറ്റിനെ വേർതിരിച്ചത് ലോർഡ് റീഡിങ്ങിൻ്റെ കാലത്താണ്. റൗലറ്റ് ആക്ട് പിൻവലിച്ചത് ലോർഡ് റീഡിംഗ് ആയിരുന്നു. നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി പറയാം. 1947 ഏപ്രിൽ വരെ ബർമ്മയുടെ സെൻട്രൽ ബാങ്കായും 1948 ജൂൺ വരെ പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു. എന്താണ്? 1947 ഏപ്രിൽ വരെ ബർമ്മയുടെ സെൻട്രൽ ബാങ്കായും 1948 ജൂൺ വരെ പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കായും RBI പ്രവർത്തിച്ചു. 1935 കൽക്കട്ടയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന് നമ്മൾ പറഞ്ഞു. 1937 അതിൻ്റെ ഓഫീസ്, സെൻട്രൽ ഓഫീസ് മുംബൈയിലേക്ക് മാറ്റി. ഗവർണർ ഇരിക്കുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും സെൻട്രൽ ഓഫീസിലാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ രണ്ടാമത്തെ ഗവർണർ B രാമറാവു, ബെനഗൽ രാമറാവു. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 25th ഗവർണറാണ് അദ്ദേഹം. ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. ആദ്യത്തേതാണ് മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി. മോണിറ്ററി പോളിസി, അതായത് പണനയം നടപ്പിലാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. വികസനം ലക്ഷ്യം കണ്ട് വില സ്ഥിരത ഉറപ്പുവരുത്തുന്നു. എന്താണ് മോണിറ്ററി പോളിസി? പണത്തിൻ്റെ മൊത്തത്തിലുള്ള വിതരണം നിയന്ത്രിക്കാനും വിവിധ സാമ്പത്തിക ഘടകങ്ങളെ സ്വാധീനിക്കാനും റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന ടൂൾ ബോക്സ് എന്ന രീതിയിൽ മോണിറ്ററി പോളിസിയെ പറയാം. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്?
ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവയൊക്കെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അടുത്ത ഫംഗ്ഷനാണ് ഇഷ്യൂവർ ഓഫ് കറൻസി. കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. പക്ഷേ അതിൻ്റെ വിതരണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? റിസർവ് ബാങ്കിനാണ്. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ഫംഗ്ഷനാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കൊമേഴ്സ്യൽ ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും മറ്റ് സ്രോതസ്സിൽ നിന്ന് ഫണ്ട് നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്ക് വായ്പയുടെ രൂപത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നു. അടുത്തതാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കറായി റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ബാലൻസ് റിസർവ് ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണ് സൂക്ഷിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് വായ്പകളും അഡ്വാൻസുകളും നൽകുകയും സർക്കാരിന് വേണ്ടി സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അടുത്ത ഫംഗ്ഷനാണ് ബാങ്കേഴ്സ് ബാങ്ക്. രാജ്യത്തെ എല്ലാ വാണിജ്യ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പരമോന്നത ബാങ്കാണ് സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിന് കസ്റ്റമർ ആയിട്ടുള്ള ബന്ധം പോലെ തന്നെയാണ് റിസർവ് ബാങ്കിന് കൊമേഴ്സ്യൽ ബാങ്കുമായിട്ടുള്ള ബന്ധം. വാണിജ്യ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും കരുതൽ ശേഖരമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ക്യാഷ് റിസർവ് റേഷ്യോ അനുസരിച്ച് വാണിജ്യ ബാങ്കുകൾ അവരുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായും സെൻട്രൽ ബാങ്കിൽ കരുതൽ ശേഖരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത ഫംഗ്ഷനാണ് റെഗുലേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. റിസർവ് ബാങ്കിൻ്റെ റെഗുലേറ്ററി സൂപ്പർവൈസറി പ്രവർത്തനങ്ങൾ വളരെ വിശാലമാണ്. വിവിധ നയപരിപാടികളിലൂടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലനിർത്തുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, റെഗുലേറ്റർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. റിസർവ് ബാങ്ക് രാജ്യത്തിൻ്റെ വിദേശ നാണ്യശേഖരത്തിൻ്റെ സംരക്ഷകനാണ്. IMFൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നും രണ്ടായി തിരിക്കാം. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ എണ്ണം വളരെ കുറവാണ്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ 2ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കിന് വേണ്ടുന്ന മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഷെഡ്യൂൾ ബാങ്കുകളെ നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് വീണ്ടും തിരിക്കാം. പ്രോഫിറ്റ് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. കൊമേഴ്സ്യൽ ബാങ്കുകളെ, വാണിജ്യ ബാങ്കുകളെ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നിങ്ങനെ 3ആയിട്ട് വീണ്ടും തിരിക്കാം. പബ്ലിക് സെക്ടറിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ 1969 നാഷണലൈസ് ചെയ്ത 14 ബാങ്കുകളും 1980 നാഷണലൈസ് ചെയ്ത 6 ബാങ്കുകളും. പിന്നെ SBI ആൻഡ് അസോസിയേറ്റ്സ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തതെന്നാണ് 1955. കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സുമുണ്ട്, ഫോറിൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സുമുണ്ട്. ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാം. ന്യൂ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നും ഓൾഡ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നും. പഴയ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് ഉദാഹരണമാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് HDFC, ICICI, ആക്സിസ് ബാങ്ക് മുതലായവ. ഫോറിൻ ബാങ്ക്സിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഏതൊക്കെയാണ്? HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക് എന്നിവയൊക്കെ ഫോറിൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. RRB, റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് RRB സ്ഥാപിതമായത് എന്നാണ്? 2 ഒക്ടോബർ 1975. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യമായിട്ട് RRB സ്ഥാപിക്കപ്പെട്ടത്. ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും ക്ലാസിഫൈ ചെയ്തു. ഷെഡ്യൂൾഡ് ബാങ്കിനെ
കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് ക്ലാസിഫൈ ചെയ്തു. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ഷെഡ്യൂൾഡ് ബാങ്കിനെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നും കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്നും കൂടി ക്ലാസിഫൈ ചെയ്യാം. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക്, നബാർഡ്, NHB എന്നിവയൊക്കെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് ഉദാഹരണങ്ങളാണ്. കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ അതിലെ അംഗങ്ങളുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക് പോലെ പ്രോഫിറ്റ് മോട്ടീവിലല്ല കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അടുത്ത ഒരു കാറ്റഗറിയിലുള്ള ബാങ്കുകളാണ് ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക്, വ്യത്യസ്ത ബാങ്കുകൾ. പ്രത്യേക ബാങ്കിംഗ് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്നതിന് RBI ലൈസൻസ് ഉള്ള ബാങ്കിംഗ് സ്ഥാപനങ്ങളാണ് വ്യത്യസ്ത ബാങ്കുകൾ. ദേ ആർ ഡിഫറൻഷ്യേറ്റഡ് ഫ്രം യൂണിവേഴ്സൽ ബാങ്ക്. വ്യത്യസ്ത ബാങ്കുകൾ 2 തരത്തിലാണുള്ളത്: ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളും പേയ്മെൻറ്റ് ബാങ്കുകളും. നച്ചിക്കേത് മോർ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇവ സ്ഥാപിക്കുന്നത്. ഡിഫറൻഷ്യേറ്റഡ് ബാങ്കിന് ഉദാഹരണങ്ങളാണ് NSDL പേയ്മെൻറ്റ് ബാങ്ക്, എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ഇസാഫ് ബാങ്കുകൾ. ഇവയൊക്കെ ഡിഫറൻഷ്യേറ്റഡ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഭാഗം എടുത്തു കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിലബസിലെ അടുത്ത ഒരു ഭാഗവുമായി ഉടനെ വരാം. താങ്ക് യു.